വിനീത, അങ്ങേറ്റം കോൺഫിഡൻഷ്യലായ മാറ്ററാണ്, രഹസ്യാത്മക സ്വഭാവത്തോട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എവിടെ ഇറക്കിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ പട്യാല എൻ.ഐ.എ കോടതിയുടെ മുമ്പിലുള്ള ഒരു സുരക്ഷാ വിന്യാസം എന്താണ്? നേരത്തെ ഉള്ളതുപോലെ തന്നെയാണോ? അല്പം സുരക്ഷാ വിന്യാസം കൂട്ടിയതുപോലെ അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? സുഖേർ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ.ഐ.എ ആസ്ഥാനത്താണ്. എൻ.ഐ.എ ആസ്ഥാനത്തിന് മുന്നിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെക്കടക്കം ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ തഹാവൂർ റാണയെ ഒരുപക്ഷെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ഈ എൻ.ഐ.എ ആസ്ഥാനത്തിലേക്കായിരിക്കും കൊണ്ടുവരിക. അതിന് മുന്നോടിയായാണ് കൂടുതൽ സുരക്ഷാ സേനയെ ഇവിടെ വിന്യസിപ്പിക്കുകയും അവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരിക്കൽ കൂടി അവർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡൽഹി പോലീസിന്റെ ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളടക്കം ഇവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ രാവിലെ മുതൽ തന്നെ തഹാവൂർ റാണയെ എത്തിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹിയിലെ ഈ എൻ.ഐ.എ ആസ്ഥാനത്തിന് മുന്നിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നപ്പോൾ തന്നെ ഡൽഹി പോലീസിന്റെ വാഹനം ഈ എൻ.ഐ.എ ആസ്ഥാനത്തിന്റെ ഇരുവശങ്ങളിലുമായി കൃത്യമായി പട്രോളിംഗ് നടത്തുന്നുണ്ട്. തഹാവൂർ റാണയുമായി ഇതുവഴി വാഹനം എത്തുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഈ ഗതാഗതം സംബന്ധിച്ച് ഉണ്ടാകാതിരിക്കാനും അത് സംബന്ധിച്ചുള്ള സുരക്ഷാ വീഴ്ച സംഭവിക്കാതിരിക്കുന്നതിനും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ എൻ.ഐ.എ ആസ്ഥാനത്തിന്റെ ഇരുവശത്തും, ഞാനിപ്പോൾ നിൽക്കുന്ന എൻ.ഐ.എ ആസ്ഥാനത്തിന്റെ ഇരുവശത്തുമായി റോഡുകൾ ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ഇതിന് മറുവശത്തേക്ക് കടക്കണമെങ്കിലോ തിരിച്ച് എൻ.ഐ.എ ആസ്ഥാനത്തിലേക്ക് ഈ റോഡിലേക്ക് കടക്കണമെങ്കിലോ കൃത്യമായിട്ടുള്ള പരിശോധനകളുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലുമായി ഉദ്യോഗസ്ഥർ അവരെ ക്രമീകരിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ഈ എൻ.ഐ.എ ആസ്ഥാനത്തേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് എൻ.ഐ.എയുടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകമായി രൂപീകരിച്ച അന്വേഷണ സംഘം അവർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എൻ.ഐ.എയുടെ 12-അംഗ സംഘം, എൻ.ഐ.എ ഉൾപ്പെടുന്ന 12-അംഗ സംഘമായിരിക്കും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുക. അതിൽ ഭീകരവാദ വിരുദ്ധം, ഒപ്പം തന്നെ ക്രിമിനോളജി എന്നിവയിലൊക്കെ തന്നെ കൂടുതൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 12-അംഗ സംഘമാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതിനായി ഈ ഡൽഹിയിലെ എൻ.ഐ.എ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. തഹാവൂർ റാണയെ ഇവിടെ എത്തിച്ചാൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നിയമ നടപടിയിലേക്ക് പോവുക. കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഓൺലൈനായി അടക്കം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം US കോടതിയിലടക്കം ഇന്ത്യ നടത്തിയ ഒരു വലിയ നിയമ പോരാട്ടമുണ്ട്. അതിന്റെ കൂടി ഒരു അവസാനം എന്ന് പറയേണ്ടി വരും. മോദി ട്രംപ് കൂടിക്കാഴ്ചയൊക്കെ തന്നെ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നിയമക്കുരുക്കുകൾ ഒഴിവാക്കുന്നതിനും ആ പ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ഉള്ള സഹായവും അത്തരത്തിലേക്കുള്ള നടപടികളും കൂടുതൽ വളരെ ദ്രുതഗതിയിലാക്കുന്നതിന് സഹായമായെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ എൻ.ഐ.എ ആസ്ഥാനത്തിന് മുന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് മറുവശത്ത് അടച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഡൽഹി പോലീസിന്റെ അടക്കമുള്ള കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കൃത്യമായിട്ട് ഈ ഗതാഗതം അടക്കം ഈ വാഹനങ്ങൾ, ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഡൽഹി പോലീസിന്റെ ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ എൻ.ഐ.എ ആസ്ഥാനത്തേക്ക് എത്തിച്ചാൽ തഹാവൂർ റാണയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇന്ത്യ കാത്തിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ കൂടുതൽ ആർക്കൊക്കെ അതിൽ കൂടുതൽ പങ്കുണ്ട്? നിലവിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് അതിൽ പങ്കുണ്ടെന്ന വാദം ഉൾപ്പെടെ പാകിസ്ഥാൻ തള്ളുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ കൂടുതൽ ഈ ആസൂത്രണം നടത്തുന്നതിൽ, ഇതിന്റെ ഗൂഢാലോചനയിലൊക്കെ കൂടുതൽ ആർക്ക് പങ്കുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതിലൂടെ അറിയാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തഹാവൂർ റാണ ഈ 2008 എന്തിന് ഇന്ത്യയിലെത്തി? ഭാര്യയ്ക്കൊപ്പം ഇന്ത്യയിലെ അഹമ്മദാബാദിൽ അടക്കം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ മുംബൈക്ക് പുറമെ മറ്റേതെങ്കിലും മേഖലകളിൽ സമാന രീതിയിൽ ആക്രമണം നടത്താൻ ഈ സംഘടനകൾ അവർ അത്തരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു? അതിന്റെ ഏതെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു? ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതിലൂടെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭ്യമാകും. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്കെതിരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൂടി തഹാവൂർ റാണയുടെ പക്കൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം. നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് അന്വേഷണ സംഘത്തിന്റെ അടക്കം വലിയ ഒരു പോരാട്ടം കൂടിയുണ്ട്. കോടതിയിൽ ഉൾപ്പെടെ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. തന്റെ മതം, തന്റെ ദേശീയത, തന്റെ സംസ്കാരം ഒക്കെ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ താൻ അവിടെ പീഡിപ്പിക്കപ്പെടാനും കൊല ചെയ്യപ്പെടാനും പോലും സാധ്യതയുണ്ട്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനാണ്, നിയമ പോരാട്ടത്തിനാണ് ഇന്ത്യക്ക് ഇപ്പോൾ വലിയ നേട്ടം, അഭിമാനിക്കാവുന്ന ഒരു നേട്ടം എന്നുള്ളത് തന്നെയാണ്. കാരണം 2 രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയും ഉൾപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു. വർഷങ്ങളോളം 2020 വരെ ഇന്ത്യ
റാണയെ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം ഒരു കോടതിയും അവിടെ അംഗീകരിച്ചിരുന്നില്ല, ജൂറി അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഒരു മജിസ്ട്രേറ്റ് കോടതി മാത്രം, കാലിഫോർണിയയിലെ മജിസ്ട്രേറ്റ് കോടതി മാത്രം അല്പം പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു, റാണയെ കൈമാറാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. പക്ഷേ വീണ്ടും നിയമ പോരാട്ടം, അതിനെതിരെ റാണ നടത്തിയ ഒരു പോരാട്ടമുണ്ട്. അതെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ റാണ സമർപ്പിച്ച ഒരു ഹർജി അപ്പീൽ അത് തള്ളി. അതിനുശേഷമാണ് ഇപ്പോൾ റാണ ഇവിടെ എത്തുന്നത്. വിനിത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2008 നടന്ന ഈ സംഭവത്തിൽ അതിനു മുൻപ് എന്താണ് സംഭവിച്ചത്, ഏത് രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നു, ഈ അക്രമം നടത്തുന്നതിന് ഏതെല്ലാം സംഘടനകൾ, ലഷ്കർ ഇ തോയ്ബ, ISI ഒക്കെ ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഒരു പങ്ക് ഇതിലുണ്ടായിരുന്നു എന്ന ഇന്ത്യയുടെ ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. ആ ആരോപണത്തിനൊരു മറുപടി വേണം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് കൂടി ഈ റാണയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഉത്തരമാവുകയാണ്.